ഹലോ സ്റ്റുഡൻസ്, SSLC ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിവിടെ SSLC ഹിന്ദി പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ SSLC എഴുതുന്ന കുട്ടികൾക്കും ഒരു ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഹിന്ദി എന്ന് പറയുന്നത് അല്ലേ. അതായത് A+ കവർ ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായ കാര്യമാണ്. നമ്മൾ സാധാരണ രീതിയിൽ യൂസ് ചെയ്യാത്തൊരു ലാംഗ്വേജ് ആണ് ഹിന്ദി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഹിന്ദി വാക്കുകൾ കിട്ടുക എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾക്ക് കുറച്ച് വിഷമമുള്ള കാര്യമാണ്. ഹിന്ദിയിൽ വാക്കുകൾ നമുക്ക് എക്സാമിന് എഴുതുന്ന സമയത്ത് ഹിന്ദി വാക്കുകൾ നമുക്ക് കിട്ടുക എന്നുള്ളത്. നമുക്ക് ഹിന്ദി വാക്കുകൾ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സാമിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. പക്ഷെ നമ്മളത് യൂഷ്വലി യൂസ് ചെയ്യാത്തതായതുകൊണ്ട് തന്നെ നമുക്കതൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നും. ഹിന്ദി സബ്ജക്റ്റ് എന്ന് പറയുന്നത് അധിക കുട്ടികൾക്കും അങ്ങനെയാണ് സാധാരണ രീതിയിൽ ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്നെല്ലാം വന്ന് വ്യത്യസ്തമായി നമുക്ക് എല്ലാ കുട്ടികൾക്കും A+ വാങ്ങിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി നമുക്ക് ഹിന്ദി സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു സെഷനിൽ ഹിന്ദി ചാപ്റ്റേഴ്സ് ഫുള്ളായി കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മലയാള അർത്ഥ സഹിതം കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക, അതിൻ്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ നമുക്ക് ഹിന്ദി വാക്കുകൾ ഓർത്ത് വെക്കാം, എങ്ങനെ എക്സാമിന് A+ വാങ്ങിക്കാം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി നമുക്ക് പുതിയ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. പുതിയ ഹിന്ദി ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും ഞാൻ ഓരോ ക്ലാസ് എടുക്കുന്ന സമയത്തും ആദ്യം ചാപ്റ്ററിൻ്റെ അർത്ഥസഹിതം എല്ലാം കവർ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നെക്സ്റ്റ് പാർട്ടിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും അതുപോലെ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ് മിസ്സാവാതെ കാണാൻ ശ്രദ്ധിക്കാം. SSLC ഹിന്ദി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 5 യൂണിറ്റ് ആണ് ഉള്ളത്. ഇക്കായി 1, 2, 3, 4, 5 ഇങ്ങനെ 5 യൂണിറ്റ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് യൂണിറ്റിലെ ബീർ ബഹൂട്ടി എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്കിന്ന് ചാപ്റ്റർ 1 നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ 2 പാർട്ടായിട്ടാണ് വീഡിയോ ഉണ്ടാവുക. ഫസ്റ്റ് പാർട്ടിൽ ഇതിൻ്റെ അർത്ഥസഹിതം ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് വിശകലനം ചെയ്യും. നെക്സ്റ്റ് പാർട്ടിൽ അതിൽ നിന്ന് വരാവുന്ന മോഡൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. ബീർ ബഹൂട്ടി എന്ന് പറയുന്ന കഹാനി. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് ഈ ഒരു ഹിന്ദി ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിരിക്കുന്ന കഥയാവട്ടെ കവിതയാവട്ടെ എന്താണെങ്കിലും അതിൻ്റെ രചനാ രീതി ഏതാണ് ആ രചന എന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കണം. കവിതയാണോ കഥയാണോ, അതായത് എക്സാമിന് ചേരുംപടി ചേർക്കുക എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇത് കഹാനിയാണോ കവിതയാണോ എന്നൊക്കെ ഉള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത് അധികം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ബീർ ബഹൂട്ടി എന്ന് പറയുന്നത് ഒരു കഹാനിയാണ്. പ്രഭാത് എന്ന് പറയുന്ന കഥാകൃത്താണ് അത് രചിച്ചിരിക്കുന്നത്. നമ്മൾ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്ത് എടുത്തു കഴിഞ്ഞാൽ പ്രഭാത് എന്ന് പറയുന്ന കഥാകൃത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, युग कवि प्रभात का जन्म राजस्थान के करौली में 1972 को हुआ. आप कवि होने के साथ साथ कहानीकार भी है. काशीबाई पानी की गाड़ियों में जूझता रहा जाता रहा आदि आपकी प्रमुख रचनाएं है. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കഥാകൃത്താണ് പ്രഭാത് എന്ന് പറയുന്നത്. യുവ കവി കൂടിയാണ് പ്രഭാത്. അദ്ദേഹം എഴുതിയ ഒരു കഹാനിയാണ് ബീർ ബഹൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ ഈ ഒരു ഇക്കായി 1 എന്ന് പറയുന്നത് യൂണിറ്റ് 1ലുള്ള 3 ചാപ്റ്റേഴ്സും എങ്ങനെയാണെന്ന് വെച്ചാല് സഹാനുഭൂതി, സ്നേഹം, അനുകമ്പ ഇങ്ങനെയുള്ള മാനുഷിക വികാരങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന ചാപ്റ്റേഴ്സ് ആണ് ഇക്കായി യൂണിറ്റ് 1 ഇക്കായി 1 അല്ലെങ്കിൽ യൂണിറ്റ് 1ലുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ബീർ ബഹൂട്ടി എന്ന് പറയുന്നത് തന്നെ ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന വേർപിരിയൽ, അതിൻ്റെ വേദന അതൊക്കെ കാണിക്കുന്ന ഒരു കഹാനിയാണ്, ഒരു കൊച്ചു കഥയാണ് ബീർ ബഹൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബീർ ബഹൂട്ടി എന്താണെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ബീർ ബഹൂട്ടി എന്ന് പറയുന്നത് മഴക്കാലത്ത് കാണുന്ന ഒരു ചുവന്ന നിറത്തിലുള്ള മഴപ്രാണിയാണ് ബീർ ബഹൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കഹാനിക്ക് ബീർ ബഹൂട്ടി എന്നുള്ള പേര് വന്നത് എന്തിനാണ്, ഈ ശീർഷക് എന്തിനാണ് കൊടുത്തതെന്നൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈ ചാപ്റ്റർ തീരുന്ന സമയത്ത് അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. അതിൽ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്നുള്ളതാണ്. ഈ കഹാനി നടക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിലെ കാലാവസ്ഥ എങ്ങനെയാണെന്നുള്ളതാണ് വർണ്ണിക്കുന്നത്. ഓക്കെ, ബാദൽ ബഹുത് ബറസ് ലിയേദേ എന്താണ് പറയുന്നത്? ബാദൽ ബഹുത് ബറസ് ലിയേദേ. ബാദൽ എന്ന് വെച്ചാൽ മേഘം, ബഹുത് ബറസ് ലിയേദേ മഴ പെയ്ത് ഒഴിഞ്ഞു. ഓക്കെ, ഒരുപാട് മഴ പെയ്തു. ഫിർ ഭി ബഹുത് സാരാ പാനി ഉന്മേ ബച്ചാ ഹുവാ താ. എന്നിട്ടും വളരെയധികം മഴ പെയ്തിട്ടും അതിൽ
ബഹുത് സാരാ പാനി വളരെയധികം വെള്ളം, ബച്ചാ ഹുവാദ ബാക്കിയുണ്ട്, ഇനിയും മഴ പെയ്യാൻ വേണ്ടി വെള്ളം ബാദൽ അല്ലെങ്കിൽ മേഘത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത്. വേ ഖേതോं ജംഗലോं के ऊपर छाए हुए थे. അവ എവിടെയാണ് ആ മേഘങ്ങൾ എന്ന് പറയുന്നത്? ഖേത്ത് എന്ന് വെച്ചാൽ വയൽ അല്ലെ, വയൽ. അതുപോലെ തന്നെ ജംഗൽ, കാടിന്റെ മുകളിൽ ഇങ്ങനെ ചായേ ഹുയേതെ മൂടിക്കിടക്കുകയാണ് ഈ മേഘങ്ങൾ. സാരാ ആകാശ് മേഘോൻ സെ ഭരാത, മുഴുവൻ ആകാശവും മേഘങ്ങൾ കൊണ്ട് മൂടിക്കിടക്കുന്നു അല്ലെങ്കിൽ നിറഞ്ഞു കിടക്കുകയാണ് മുഴുവൻ ആകാശവും. ഓക്കെ, മഴ പെയ്തൊഴിഞ്ഞൊരു സമയമാണ് അവിടെ കാണിക്കുന്നത്. മേഘോं की छायाओं में गीली हवाएं इधर उधर घूम रही थी. ഈ മേഘത്തിന്റെ തണലില് ഗീലി ഹവ, ഗീലി എന്ന് പറഞ്ഞാൽ നനഞ്ഞ, ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്, നനഞ്ഞ കാറ്റ്. ഇതർ ഉദർ ഘൂം രഹി ഥി, അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ ചുറ്റി നടക്കുകയാണ് ആ നനഞ്ഞ കാറ്റ് എന്ന് പറയുന്നത്. ഒരു തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. പേടോക്കെ തന്നെ അബീബി കീലേതെ, മരത്തടി, മരത്തിന്റെ താഴ്ത്തടി എന്ന് പറയും. ഓക്കെ, അബീബി കീലേതെ, മഴ നനഞ്ഞിട്ട് ഇപ്പോഴും അത് എന്തെന്നെയാണ്, നനഞ്ഞിരിക്കുകയാണ്. മൂങ്ഫലിയോം കെ ഹരെ ഖേത്തോं में പീലെ ഫൂൽ അബീബി ഖേലേ ഥേ. മൂങ്ഫലിയോം എന്ന് പറഞ്ഞാൽ എന്താണ്? നിലക്കടല. നിലക്കടലയുടെ വയലുകള് മഞ്ഞ, പീലെ എന്ന് പറഞ്ഞാൽ മഞ്ഞ കളറാണ്. ഓക്കെ, പീലെ ഫൂൽ അബീബി ഖീലെ, നിലക്കടലയുടെ വയലുകളിലുള്ള മഞ്ഞ പൂക്കൾ ഇപ്പോഴും നനഞ്ഞിരിക്കുകയാണ്. ഖേത്തോമേൻ ചോട്ട ചോട്ട ബാസ്ര ഉഖാദ, വയലുകളിൽ ചെറിയ ചെറിയ ബാസര ഉഖാദ. ബാസ്ര എന്ന് പറഞ്ഞാല് എന്താണ്? ചോളത്തൈകള് മുളച്ചു വന്നിരിക്കുന്നു. വയലുകളിൽ ചെറിയ ചെറിയ ചോളത്തൈകൾ മുളച്ചു വന്നിട്ടുണ്ട്. ബാജ്രയ്ക്ക് ലംബേ പത്തലെ പാത്തോമേം പാനി കി ബൂന്ദേ അടുക്കി ഹുയി ഥി. ഈ ചോളത്തൈകളുടെ ലംബേ നീളമുള്ള, പത്തലെ മെലിഞ്ഞ, പാത്തോമേം, പാത്തോം എന്ന് പറഞ്ഞാൽ ഇലകളില്, പാനിക്ക് പൂന്തേ വെള്ളത്തിന്റെ തുള്ളികൾ, വെള്ളത്തുള്ളികൾ അല്ലെങ്കിൽ മഴത്തുള്ളികൾ എന്താകുന്നു? അടുക്കി ഹുയീതി, ഇങ്ങനെ ചുറ്റിക്കളിക്കുകയാണ്, അതിനുള്ളിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് എന്ത്? വെള്ളത്തുള്ളികൾ. ബാരിഷ് की हवा में गीले खेतों और बारिश की हरियाली की गंध घुली हुई थी. ആ ബാരിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഴ. മഴയുടെ കാറ്റും അതുപോലെ തന്നെ നനഞ്ഞ വയലുകളുടെ, പച്ചപ്പ് നിറഞ്ഞ വയലുകളുടെ മണവും എന്താവുന്നു? കാറ്റിൽ ഇങ്ങനെ ചുറ്റിക്കളിക്കുന്നു. ഹുലി ഹുയീതി, അതിന്റെ മണം. ഗന്ധം എന്ന് പറഞ്ഞാലും മണം, അതായത് മഴ പെയ്ത് കഴിഞ്ഞാൽ മണ്ണിനൊരു മണം ഉണ്ടാവും അല്ലെ, ആ ഒരു മണം വയലുകൾ, പച്ചപ്പ് നിറഞ്ഞ വയലുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അവിടെ. ഓക്കെ, അതായത് ഈ പാരഗ്രാഫിൽ അവിടെ എന്താ പറയുന്നത്? ഒരു മഴ ഒഴിഞ്ഞതിന് ശേഷം, മഴ പെയ്തൊഴിഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന ഒരു കാലാവസ്ഥ ഇങ്ങനെയാണ്, ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് ഉള്ളത് എന്നാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, അടുത്ത പാരഗ്രാഫ് നോക്കാം. ഉൻഹേ ബീർബഹൂട്ടിയോൻ സെ മിൽനാ ഹോത്താ താ. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് നമ്മുടെ ഈ കഹാനിയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് പറയാൻ പോവുകയാണ്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പറഞ്ഞു, ഇനി ഈ ഒരു കഹാനിയിൽ ആരൊക്കെയാണുള്ളതെന്ന് പറയുകയാണ്. ഓക്കെ, ഇത് ഈ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ട് പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. ഉൻഹേ ബീർബഹൂട്ടിയോൻ സെ മിൽനാ ഹോത്താ താ, അവർക്ക് ബീർബഹൂട്ടിയെ കാണണമായിരുന്നു. ആർക്കെന്നൊന്നും പറയുന്നില്ല, ഈ കഥയിലെ കഥാപാത്രങ്ങളായിരിക്കും അല്ലെ, കാണണമായിരുന്നു. സോ വേ സ്കൂൾ के लिए घर से कुछ समय पहले निकल आते थे. ഈ ബീർബഹൂട്ടിയെ കാണേണ്ടത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? സ്കൂളിലേക്ക് ഗർസെ, വീട്ടിൽ നിന്ന് കുച്ച് സമയം പെഹലെ, കുറച്ച് സമയം മുന്നേ, നിക്കൽ ആത്തേത്, തിരിക്കുമായിരുന്നു, സ്കൂളിലേക്ക് വരുമായിരുന്നു. ഓക്കെ, കസ്ബെ സെ സട്ടെ ഇൻ ഖേത്തോं में ബീർബഹൂട്ടിയ ഖോജാ കർത്തേ थे. കസ്ബെ എന്ന് പറഞ്ഞാൽ കവല അല്ലെങ്കിൽ സ്മോൾ ടൗൺ എന്ന് പറയാം. ഓക്കെ, ആ സ്മോൾ ടൗണിനടുത്തുള്ള വയലുകളിൽ എന്തുണ്ട്? ബീർബഹൂട്ടിയാം ഖോജാ കർത്തേ थे. ബീർബഹൂട്ടിയാം ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ടാവും. ഓക്കെ, ആ ഒരു കവലയുടെ അടുത്തുള്ള വയലുകളിൽ അവർക്ക് ബീർബഹൂട്ടിയാമിനെ, അതായത് ചുവന്ന മഴപ്രാണികളെ കാണാൻ പറ്റുമായിരുന്നു. സൂർക്ക് മുലായം ഗദ്ബദി ബീർബഹൂട്ടിയ. സൂർക്ക് എന്ന് പറഞ്ഞാൽ റെഡ് കളറുള്ള, മുലായം സോഫ്റ്റ് ആയിട്ടുള്ള, ഗദ്ബദി എന്ന് പറഞ്ഞാൽ മനോഹരമായ ബീർബഹൂട്ടിയ. ബീർബഹൂട്ടിയാമിനെ അവിടെ വർണ്ണിച്ചതാണ് സൂർക്ക് മുലായം ഗദ്ബദി ബീർബഹൂട്ടിയ, റെഡ് കളറുള്ള സോഫ്റ്റ് ആയ മനോഹരമായ ബീർബഹൂട്ടിയ. ധർത്തി പർ ചൽത്തി ഫിർത്തി ഗൂൻ കി പ്യാരി പ്യാരി ബൂന്ദേ. പിന്നെയും ആ ബീർബഹൂട്ടിയാമിനെ വർണ്ണിക്കുകയാണ്. ഭൂമിയിലെ ചൽത്തി ഫിർത്തി ഓടിക്കളിക്കുന്ന, ഗൂൻ കി പ്യാരി പ്യാരി രക്തത്തുള്ളികൾ പോലെയുള്ള
ബീർബഹൂട്ടിയം രക്തത്തുള്ളികളോടാണ് ഈ ചുവന്ന മഴപ്രാണികളെ ഉപമിച്ചിരിക്കുന്നത്. ഓക്കെ, ഉൻകെ ബസ്തെ ഉൻകി പീഡ് പർ ലതേ ഹോത്തേ ദേ. ഉൻകെ ബസ്തെ, ബസ്തെ എന്ന് പറഞ്ഞാല് അവരുടെ ബാഗുകള്, ഉൻകി പീഡ് പർ ലതേ ഹോത്തേ ദേ അവരുടെ ചുമലിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. കന്തോ പർ ഡങ്കേ ഹോത്തേ ദേ അവരുടെ ഷോൾഡറിൽ ഇങ്ങനെ തൂങ്ങി അവർക്കിങ്ങനെ വേദന കൊണ്ട് ആ വെയിറ്റ് കൊണ്ട്, ബാഗിന്റെ വെയിറ്റ് കൊണ്ട് ഇങ്ങനെ തൂങ്ങിക്കളിക്കുകയാണ്. വേ ഏക് ദൂസരെ കെ ബഹുത് നസ്ദീക് രഹ്കർ ബൽക്കി കഹ്നാ ചാഹിയെ ബിൽക്കുൽ സഡ്കർ ബീർബഹൂട്ടിയാം ഖോജ്തേ ഹേ. അവരെങ്ങനെയാണ് ഇരിക്കുന്നത്? ഈ കഥയിൽ പറയുന്ന കഥാപാത്രങ്ങളെ ഏക് ദൂസരേക്ക് പരസ്പരം ബഹുത് നസ്ദീക് വളരെ അടുത്താണ് ഇരിക്കുന്നത്. ഓക്കെ, എന്നിട്ടോ ബീർബഹൂട്ടിയാം ഖോജ്തേ ഹേ ബീർബഹൂട്ടിയാമിനെ അവർ പരതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഉൻഹേം ദേഖ്നെ കെ ലിയെ വേ ബാരിഷ് കി ഗന്ധ ഭരി ഭൂരി ജമീൻ പർ ബൈഠ് ജായാ കർത്തേ ദേ. എന്തിനാണ്? ബീർബഹൂട്ടിയാമിനെ കാണാൻ വേണ്ടി, ആ മഴപ്രാണികളെ കാണാൻ വേണ്ടി ആണ് അവരെന്ത് ചെയ്യുന്നത്? ആ മഴ പെയ്ത് ആ ഗന്ധമുള്ള ഗന്ധഭരി ഭുരി ജമീൻ പർ, ആ ഒരു തവിട്ട് നിറത്തിലുള്ള ജമീൻ എന്ന് പറയുന്നത് ഇവിടെ മണ്ണിൽ ഇരിക്കുകയാണ് അവര്. ബീർബഹൂട്ടിയെ കാണാനുള്ള അത്രയും ആഗ്രഹം കൊണ്ട് മഴ പെയ്ത് എന്താ പറയാ, ആ നനഞ്ഞ മണ്ണിലാണ് അവർ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതുവരെ ആരാണ് കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല, അവരെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. നെക്സ്റ്റ് പാരഗ്രാഫിൽ ഇനി ആരാണ് ഈ നമ്മുടെ കഥയിലെ കഥാപാത്രങ്ങൾ എന്ന് നോക്കാം. ബേല, ദേഖോ ഇസ് ബീർബഹൂട്ടി കാ രംഗ് തുമാരെ റിബൺ കെ ജൈസാ ലാൽ ഹേ. അപ്പൊ എന്താണ്? ബേല, ബേല എന്ന് വിളിക്കുകയാണ് അല്ലെ. ബേല, നോക്കൂ, ഇസ് ബീർബഹൂട്ടി കാ രംഗ്, ഈ ബീർബഹൂട്ടിയുടെ നിറം നിന്റെ റിബൺ കെ ജൈസാ ലാൽ ഹേ. തുമാരെ, നിന്റെ റിബണിന്റെ കളർ പോലെ റെഡ് കളറാണല്ലോ, ചുവന്ന കളറാണല്ലോ എന്ന് പറയുകയാണ്. ആര്? സാഹിലിനെ കഹ. സാഹിൽ ബേലയോട് പറഞ്ഞു, നിന്റെ റിബണിന്റെ ചുവന്ന നിറം പോലെയാണല്ലോ ഈ ബീർബഹൂട്ടിയുടെ രംഗെന്ന് ആര് പറഞ്ഞു? സാഹിൽ പറഞ്ഞു. അപ്പൊ നമുക്ക് കിട്ടിയതിലെ കഥാപാത്രങ്ങൾ ബേലയും സാഹിലുമാണ്. തുമ്നെ കുച്ച് സുനാ ബേല. അപ്പോ വീണ്ടും സാഹിൽ ചോദിക്കുകയാണ്, തുമ്നെ കുച്ച് സുനാ ബേല, ഞാൻ പറയുന്നത് കേട്ടോ ബേല? ഹാ സുനാ പഹ്ലി ഗണ്ടി ലഗ് ഗയി ഹെ. അപ്പൊ ബേല എന്ത് പറഞ്ഞു? അതിനുള്ള ആൻസർ അല്ല, അവൾ എന്ത് പറഞ്ഞു? ആ കേട്ടു. പഹ്ലി ഗണ്ടി ലഗ് ഗയി ഹെ, ആദ്യത്തെ ബെല്ലടിച്ചു. അതായത് സ്കൂളിലേക്ക് പുറപ്പെട്ട കുട്ടികളാണല്ലേ, അപ്പൊ സ്കൂളിൽ നിന്നുള്ള ഫസ്റ്റ് ബെല്ലടിച്ചു എന്ന് ആര് പറഞ്ഞു? ബേല പറഞ്ഞു. ലേക്കിൻ മുझे പെൻ മേ സ്യാഹി ഭി ഭർവാനി ഹെ ദുകാൻ സേ. അപ്പോ സാഹിൽ പറഞ്ഞു, എനിക്ക് ഷോപ്പിൽ നിന്ന്, ദുക്കാനിൽ നിന്ന്, കടയിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യണം? പെന്നില് സ്യാഹി, മഷി നിറക്കണമല്ലോ. സ്യാഹി ബി ബർവാനി, മഷി നിറക്കണമല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതവിടെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് അവരാ വയലിന്റെ അടുത്ത് നിന്ന് കവലയിലേക്ക് കയറുകയാണ്. അവര് സ്കൂളിലേക്ക് പോകുന്ന വഴിയല്ലേ. അപ്പൊ ആ കവലയിലേക്ക് കയറിയപ്പോ അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണെന്നാണ് അടുത്ത പാരഗ്രാഫിൽ വർണ്ണിക്കുന്നത്. 1981 കാ സാൽ, അതായത് 1981 ആണ് വർഷം. ഒരുപാട് വർഷം മുന്നേത്തെ കഥയാണിത്. രാജസ്ഥാൻ में जयपुर के नजदीक सवारी गाड़ियों और मालगाड़ियों से सदा भरा ഫുലേര ജംഗ്ഷൻ. എവിടെയാണ്? രാജസ്ഥാനിലെ ജയ്പൂരിനടുത്തുള്ള ഫുലേര ജംഗ്ഷനിലാണ് ഈ കഥ നടക്കുന്നത്. ഓക്കെ, ആ ഫുലേര ജംഗ്ഷനിൽ എപ്പോഴും എന്തുണ്ടാവും? സവാരി ഗാഡിയോ, അതായത് യാത്രാ വണ്ടികളും അതുപോലെ മാൽ ഗാഡിയോ, ചരക്ക് വണ്ടികളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ജംഗ്ഷനാണ് ഇത്, ഫുലേര ജംഗ്ഷൻ. കസ്ബേക്ക് ലഗ്ഭഗ് സുനി തങ്ക് ഗലിയ, കവലയിൽ നിന്നുള്ള സൂനി എന്ന് പറയുന്നത് എന്താണ്? ഒഴിഞ്ഞ, ശൂന്യമായ, ഇടുങ്ങിയ തെരുവുകൾ. ഗലിയ എന്ന് പറഞ്ഞാല് തെരുവുകളാണ് ഇവിടെ ഉള്ളത്. ഗലിയോമേ ഖാമോഷ് ഗഡെ ബിജലി കെ ഗംബെ, ആ തെരുവുകളിൽ എന്തുണ്ട്? ഖാമോഷ്, മിണ്ടാതെ ഇരിക്കുന്ന, ഗഡെ ബിജലെ കെ ഗംബെ, ബിജലി എന്ന് പറയുന്നത് ഇലക്ട്രിക് പോസ്റ്റ്, ബിജലി കി ഗംബെ, ഇലക്ട്രിക് പോസ്റ്റുകൾ ഇങ്ങനെ നിരനിരയായി നിർന്നിട്ടുണ്ട്. ഗംബോം കെ ബീച്ച് ഖീഞ്ചി താരോം കി കതാരെ, ആ കമ്പികൾ എങ്ങനെയാണ്? നക്ഷത്രങ്ങൾ പോലെ കമ്പികളുടെ നിരകൾ ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. ഒരുപാട് കമ്പികൾ, ഇലക്ട്രിക് കമ്പികൾ ഇങ്ങനെ വലിച്ചു നീട്ടി കെട്ടിയിട്ടുണ്ട്, കമ്പികളുടെ നിരകൾ. ഇൻ ഖലിയോമേ ജഹാം തഹാം ദിക്കായി പടുത്തെ മീട്ടി ഖണ്ടിയാം ബജാത്തെ ഫേരെ ഫേരെ വാലെ. ഓക്കെ, പിന്നെ ആരാണ് ആ ഗലിയാമിലുള്ളത്? ആ ഒരു തെരുവുകളിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ദിക്കായി പടുത്തി നമുക്ക് കാണാം. മീട്ടി ഖണ്ടിയാം, അതായത് മധുരമുള്ള മണികൾ മുഴക്കി, ബജാത്തെ ഫേരി വാലി, മിഠായി വിൽക്കുന്ന
കച്ചവടക്കാരെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇങ്ങനെ മണിമുട്ടിയിട്ട് മിഠായി വിൽക്കുന്ന കച്ചവടക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ തെരുവുകളിലൂടെ നടന്നു പോകുന്നത് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? ഏക് അന്ധേരി സി ഗലി മേം ചഹ്സാദ് ഗന്ധോം കി ഖുരോം കി ടാപ്പോം കി ആവാസേ. ഒരു അന്ധേരി സി ഗലി, ഇരുട്ട് നിറഞ്ഞ ഒരു തെരുവിൽ നിന്ന് ഒരു 6-7 ഗദോം കി, അതായത് കഴുതകളുടെ ഖുരോം കി ടാപ്പോം കി ആവാസ്. ഖുരോം എന്ന് പറഞ്ഞാൽ കുളമ്പടിയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഉൻകെ പീछे ചൽത്ത ഏക് ബദൻ ഉഗാടെ കുംഹാർ. അവരുടെ പുറകിൽ ആര് നടക്കുന്നുണ്ട്? ഒരു അർദ്ധനഗ്നനായ കുശവൻ അല്ലെങ്കിൽ പോട്ടർ ആ ഒരു കഴുതകളുടെ പിറകിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. കുംഹാർ എന്ന് പറഞ്ഞാൽ കുശവൻ, പോട്ടർ. ഉഗാടെ എന്ന് പറഞ്ഞാൽ അർദ്ധനഗ്നനായ. ഓക്കെ, इसी दृश्य के बीच से गुजरते हुए 2 स्कूल बच्चे बेला और साहिल. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലൂടെയാണ് ആര് പോകുന്നത്? നമ്മുടെ കഥാപാത്രങ്ങളായ സ്കൂൾ കുട്ടികൾ ബേലയും സാഹിലും കടന്നു പോകുന്നത്. അവര് വയലിൽ നിന്ന് ബീർബഹൂട്ടിയെ പരതി അതിനുശേഷം ആ ഒരു സ്ട്രീറ്റിലേക്ക് കയറി സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പൊ ആ സ്ട്രീറ്റ് എങ്ങനെയാണെന്നാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ പറഞ്ഞത്. ഉന്തിനോ പെൻമേം 5 പൈസേ മേം നീലി സ്യാഹി ഭരി ജാത്തി തി. ആ സമയത്ത് ഇത് എപ്പോഴാണ്? 1981 ഈ സ്റ്റോറി നടക്കുന്നത് അല്ലെ. ആ സമയത്ത് പെന്നില് 5 പൈസ 5 പൈസക്ക് നീലി സ്യാഹി നീലമഷി ഭരി ജാത്തി തി നിറച്ചു കൊടുക്കുമായിരുന്നു. സ്റ്റേഷനറിക്ക് ദൂക്കാൻ വാലെ ഡ്രോപ്പർ സെ പെൻമേം സ്യാഹി ഭർത്തേതേ. ആ സ്റ്റേഷനറി കച്ചവടക്കാരൻ ഡ്രോപ്പർ യൂസ് ചെയ്തിട്ടാണ് പെന്നിൽ എന്താക്കുന്നത്? സ്യാഹി ഭർത്തേതേ, മഷി നിറക്കുന്നത്. പെൻമേം കുച്ച് സ്യാഹി ബച്ചീതി. ആ പെന്നില് കുറച്ച് മഷി ബാക്കി ഉണ്ടായിരുന്നു. ഓക്കെ, ഉസേ സാഹിലിനെ ജമീൻ പർ ചിടക് ദിയ. ആ ബാക്കി ഉണ്ടായിരുന്ന മഷിയും സാഹിൽ എന്ത് ചെയ്തു? ജമീൻ പർ, മണ്ണില് ചിടക് ദിയ, കുഴഞ്ഞു കളഞ്ഞു. അത് കംപ്ലീറ്റ് ആയിട്ട് അവൻ കളഞ്ഞു, പുതിയ മഷി നിറക്കാൻ വേണ്ടി. ഓക്കെ, നയി സ്യാഹി ബർബാനെ കേലിയെ ദോനോ ദൂക്കാൻ പർ പഹുഞ്ചെ. പുതിയ മഷി നിറക്കാൻ വേണ്ടി അവര് രണ്ടാളും ദൂക്കാൻ കടയിലെത്തി. ഏക് പെൻ സ്യാഹി ബർദോ. എന്നിട്ട് എന്ത് പറഞ്ഞു? ഒരു പെന്നില് മഷി നിറച്ചു തരൂ. സാഹിൽ സെ പെഹ്ലെ ഹി ബോലെ ബേലാനെ ദൂക്കാൻ വാലെ സെ കഹ. സാഹിൽ പറയുന്നതിന് മുന്നേ തന്നെ ബേല എന്ത് ചെയ്തു? ദൂക്കാൻ വാലയോട്, കച്ചവടക്കാരനോട് പറഞ്ഞു. ശരിക്കും ആർക്കാണ് മഷി നിറക്കേണ്ടത്? സാഹിലിനാണ് മഷി നിറക്കേണ്ടത്. പക്ഷെ സാഹിൽ പറയുന്നതിന് മുന്നേ തന്നെ കയറി ആര് പറഞ്ഞു? ബേല പറഞ്ഞു, ഈ പെന്നില് മഷി നിറച്ചു തരൂന്ന്. ഓക്കെ, അതിനുശേഷം ഈ കച്ചവടക്കാരനും കുട്ടികളും തമ്മിൽ എന്തൊക്കെയാണ് സംഭാഷണം എന്നാണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. മഷിയുടെ ബോട്ടിൽ അബീബി ഖാലി ഹോ ഗയി. ഇപ്പോഴാണ് കഴിഞ്ഞത്. അബ് തോ കൽ ഹി മിൽ പായേഗി. ഇനി നാളെ കിട്ടൂ എന്ന് പറഞ്ഞു. ലേക്കിൻ ഇസ്നെ തോ പെൻ മേം ജോ സ്യാഹി ബി ഉസേ ബി ജമീൻ പർ ചിടക് ദിയ. ബേല ബോലി. അപ്പൊ എന്ത് പറഞ്ഞു ബേല? അയ്യോ, അപ്പൊ ഇവനാണെങ്കിൽ ഇതിൽ ബാക്കി ഉണ്ടായിരുന്ന മഷിയും കൂടി മണ്ണില് ഒഴിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു ബേല. ഓക്കെ, അപ്പോ കച്ചവടക്കാരൻ എന്താ അവരോട് പറഞ്ഞത്? ബാദൽക്കോ ദേക്കർ ഗഡേക്കോ നഹി ഡുലാന ചാഹിയെ. മേഘത്തെ കണ്ട്, ഗഡ എന്ന് പറഞ്ഞാൽ കുടത്തിലുള്ള വെള്ളവും കൂടി ഡുലാന ചാഹിയെ ഒഴുക്കി കളയരുത് എന്ന് പറഞ്ഞു. ആര്? ദൂക്കാൻദാർ. അതായത് മേഘം വന്നത് കണ്ടപാടെ മഴ പെയ്യുമെന്ന് വിചാരിച്ച് നമ്മൾ ഉള്ള വെള്ളം കൂടി കളയരുത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതായത് മഷി കിട്ടുമോ എന്ന് ഉറപ്പുണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ അതുകൊണ്ട് തന്നെ ബാക്കി ഉണ്ടായിരുന്ന മഷി അവിടെ വെച്ചിരുന്നെങ്കിൽ സാഹിലിനെ എഴുതാമായിരുന്നു അല്ലെ. പക്ഷെ സാഹിൽ പുതിയ മഷി നിറക്കാമെന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ഉണ്ടായിരുന്ന മഷി കൂടി കളഞ്ഞു. അതുകൊണ്ടാണ് ദൂക്കാൻ വാലെ അങ്ങനെ പറഞ്ഞത് അല്ലെ, കച്ചവടക്കാരൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ അതിനെ വെച്ചൊരു ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. ബാദൽക്കോ ദേക്കർ ഗഡേക്കോ നഹി ഡുലാന ചാഹിയെ. ദൂക്കാൻദാറിനെ ऐसा क्यों कहा. എന്തുകൊണ്ടാണ് ദൂക്കാൻദാർ അങ്ങനെ പറഞ്ഞത്? മേഘത്തെ കണ്ടുകൊണ്ട് കുടത്തിലുള്ള വെള്ളം കൂടി ഒഴുകി കളയരുതെന്ന് ദൂക്കാൻദാർ എന്തുകൊണ്ടാണ് പറഞ്ഞത്? അതായത് നമുക്ക് ഭാവിയിൽ ഒരു കാര്യം കിട്ടുമെന്ന് കരുതി കയ്യിലുള്ളത് കൂടി കളയരുത് എന്നാണ് ദൂക്കാൻദാർ ഉദ്ദേശിച്ചത് അല്ലെ. ദുക്കാൻ വാലെ ഭയ്യാനെ കഹ ഔർ പൂച്ച കോൺസി മേം പഠിത്തി ഹോ. ഇത് പറഞ്ഞുകൊണ്ട് കച്ചവടക്കാരൻ വീണ്ടും ചോദിച്ചു, കോൺസി മേം പഠിത്തി ഹോ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5वीं में. സാഹിൽ ने ऐसे बुरे मन से बताया जैसे 5वीं में पढ़ना पाप हो. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് പറഞ്ഞു. ആര്? സാഹിൽ. എങ്ങനെയാ പറഞ്ഞത്? ബുരേ മനസ്സെ, ഒരു വിഷമത്തോടെ, ഇഷ്ടമില്ലാതെയാണ് പറഞ്ഞത്. ജैसे 5वीं में पढ़ना पाप हो, അതായത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് തെറ്റാണെന്നുള്ള ഒരു രീതിയിൽ ആണ് സാഹിൽ പറഞ്ഞത്. ഇഷ്ടമില്ലാതെ പറഞ്ഞു 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് പറഞ്ഞു.
ദോനോ ദുക്കാൻ വാലെ ഭയ്യാനെ കഹ. വീണ്ടും കച്ചവടക്കാരൻ ചോദിച്ചു, രണ്ടാളുമോ? ഹാ ദോനോ और हम दोनों का सेक्शन भी एक ही है ए. അപ്പോൾ എന്ത് പറഞ്ഞു ബേല? രണ്ടുപേരും 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതും പോരാതെ രണ്ടാളുടെയും സെക്ഷൻ ഡിവിഷനും എന്തുതന്നെയാണ്? സെയിം തന്നെയാണ് എ. बेला ने ऐसे खुशी होकर बताया जैसे ये कोई बहुत बड़ी बात हो. ബേല നല്ല സന്തോഷത്തോടെയാണ് പറഞ്ഞത്. നമ്മുടെ സെക്ഷനും എ സെക്ഷനിലാണ് നമ്മൾ രണ്ടാളും പഠിക്കുന്നത്. വളരെ സന്തോഷത്തോടെയാണ് അവളത് പറഞ്ഞത്. എന്തോ വലിയ കാര്യം പോലെയാണ് ബേല പറഞ്ഞത്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി സ്കൂളിൽ എങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലാസ്മേം ദോനോ പാസ് പാസ് ബൈഠത്തേതേ. ക്ലാസ്സിൽ എങ്ങനെയാണ്? രണ്ടാളും അടുത്തടുത്താണ് ഇരിക്കുന്നത്. കോപ്പി മേ കാം കർത്തേ തോ ദോനോം കോപ്പി മേ കാം കർത്തേ ദേ. ഒരാൾ കോപ്പി എഴുതിയാണെങ്കിൽ അല്ലെങ്കിൽ നോട്ട് എഴുതിയാണെങ്കിൽ മറ്റേ ആളും എന്ത് ചെയ്യും? കോപ്പി എഴുതും. കിതാബ് പഠിത്തേ തോ ദോനോം കിതാബ് പഠിത്തേ ദേ. ഒരാൾ കിതാബ് വായിക്കുകയാണെങ്കിൽ മറ്റേ ആളും പുസ്തകം വായിക്കും. ബൽക്കി പാഠ് ഭി ഏക് ഹി പഠിത്തേ. അതായത് പാഠം പോലും രണ്ടുപേരും ഒരേപോലെയാണ് വായിക്കുക. സാഹിൽ ചമക് ഉടി സൻസതാവൻ മേ വോ തൽവാർ പുരാണി ദി. ആ ഒരു ലൈനാണ് സാഹിൽ വായിക്കുന്നതെങ്കിൽ പഠിത്താത്തോ ബേലാബി ചമക് ഉടി സൻസതാവൻ മേ വോ തൽവാർ പുരാണി ദി പഠിത്തി ദി. ആ ഒരു ലൈൻ തന്നെ ആരും വായിക്കും? ബേലയും വായിക്കും. അതായത് രണ്ടുപേരും ഒരേപോലുള്ള കാര്യങ്ങളാണ് ക്ലാസ്സിൽ ചെയ്യുന്നത് എന്നർത്ഥം. ഓക്കെ, ആ ഒരു ലൈൻ സുഭദ്രകുമാരി ചൗഹാന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ജാൻസി കി റാണി എന്ന് പറയുന്ന പോയത്തിലെ ഫേമസ് ആയിട്ടുള്ള ലൈനാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ സാഹിൽ അത് വായിച്ചാൽ ബേലയും എന്ത് ചെയ്യും? അതെന്നെ വായിക്കും എന്നാണ് പറയുന്നത്. അതായത് അവരുടെ ഒരുമ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം ഉണ്ടെന്നാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ പറയുന്നത്. ഓക്കെ, तलवार पुरानी दी पड़ती दी. बेला कहती, बहन जी पानी पीने चले जाओ. साहिल भी कहता, बहन जी पानी पीने चले जाओ. അത് മാത്രമല്ല, ബേല ഇനി ബഹൻ ജി നമുക്ക് വെള്ളം കുടിക്കാൻ പോവാന്ന് പറഞ്ഞ സാഹിലും എന്ത് പറയും? ബഹൻ ജി പാനി പീനെ ചലേ ജാവോ. ബഹൻ ജി നമുക്ക് വെള്ളം കുടിക്കാൻ പോവാന്ന് സാഹിലും കൂടി പറയുമായിരുന്നു. ഓക്കെ, അതായത് ഒരാൾ ചെയ്യുന്ന കാര്യം തന്നെ മറ്റേയാളും ചെയ്യുമായിരുന്നു. വളരെ ഒരുമയാണ് അവർ തമ്മിൽ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് പറയുന്നത് അവരുടെ ഗണിത് മാസ്റ്റർ സാബിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഗണിത് കെ മാട്ട് സാബ് സുരേന്ദർ ജി കാ പീരിയഡ് ഖേൽഖണ്ഡി കെ ബാദ് ആതാ താ. മാത്സ് മാഷ് സുരേന്ദർ ജിയുടെ പീരീഡ് എപ്പോഴാണ് വരുന്നത്? ഖേൽഖണ്ഡി കെ ബാദ്, ഡ്രിൽ പീരീഡിന് ശേഷമാണ് വരുന്നത്. बच्चे उनसे कांपते थे और घेलगंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. കുട്ടികൾക്ക് ആ സാറിനെ ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രിൽ പീരീഡ് തീരുന്നതിന് 2 മിനിറ്റ് പെഹലെ 2 മിനിറ്റ് മുന്നേ തന്നെ അവരെല്ലാം ക്ലാസ്സിൽ കയറി അതാത് സ്ഥലങ്ങളിൽ ഇരിക്കുമായിരുന്നു. അതായത് ആ ഗണിത് മാഷിനെ എല്ലാവർക്കും പേടിയായിരുന്നു. सुरेंद्र जी मास्टर इसी पीरियड में कॉपी चांस दे दे. സുരേന്ദർ ജി മാസ്റ്റർ എന്താണ് ഈ പീരിയഡിലാണ് കോപ്പി ചെക്ക് ചെയ്യുന്നത്. ജറാസി ഗൽത്തി पर बच्चों को इधर उधर फेंक देते थे या चापट मारने लगते थे. ചെറിയൊരു തെറ്റിന് പോലും बच्चों को കുട്ടികളെ इधर उधर फेंक देते थे. അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുമായിരുന്നു. ഇവിടെ എറിയുക എന്ന് ഉദ്ദേശിക്കുന്നത് അവരെ പിടിച്ചുന്തിയും തള്ളുകയൊക്കെ ചെയ്യുമായിരുന്നു ഈ സാറ്. യാ ചാപ്പട്ട് മാർനെ ലഗ്തേ അല്ലെങ്കിൽ കഠിനമായി മർദ്ദിക്കുമായിരുന്നു. ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്താ തോ റുക്നാ ഭൂൽ ജാത്താ താ. അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ സാറ് നിർത്താൻ മറന്നു പോകുമെന്നാണ് പറയുന്നത്. അതായത് അടിക്കാൻ തുടങ്ങിയാൽ നിർത്താതെ അടിച്ചുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ബേലയ്ക്കുണ്ടായ ഒരു അനുഭവമാണ്. ഈ ഒരു ഗണിത മാഷിന്റെ ക്ലാസ്സിൽ ബേലയ്ക്കുണ്ടായ ഒരു ബുരി അനുഭവമാണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഏക് ദിൻ സുരേന്ദർ ജി മാറ്റ് സാബിനെ ബേല കെ ബാലോ മേ പഞ്ചാ ഫൻസായ. ഒരു ദിവസം ഈ സുരേന്ദർ ജി മാസ്റ്റർ എന്ത് ചെയ്തു? ബേലയുടെ ബാലോമേ മുടിയിൽ പഞ്ചാ ഫൻസായ കൈപ്പത്തി അമർത്തി, അതായത് മുടി പിടിച്ചു വലിച്ചു. पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे. പക്ഷെ എന്തിനു വേണ്ടിയാണോ അദ്ദേഹം ബേലയുടെ മുടിയിൽ പിടിച്ചു വലിച്ചത്? വോ ഗൽത്തി ദി ഹി നഹി, പക്ഷെ അതൊരു തെറ്റേ ആയിരുന്നില്ല. അതായത് അത്ര വലിയ തെറ്റൊന്നുമല്ല ബേലയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചത്. ഉനോനെ ബേലാക്കോ ചോട്ട് ദിയ, എന്നിട്ട് എന്ത് ചെയ്തു? മുടിക്ക് പിടിച്ചു വലിച്ച് പിന്നെ ബേലയെ വിട്ടു.
बेला के भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था. ബേലയുടെ പേടി നിറഞ്ഞ ചെഹരെ മുഖം കണ്ട് സാഹിൽ ബുരി തരഹ് ഡർ ഗയ വളരെ അധികം വിഷമിച്ചു, പേടിച്ചു പോയി. ആരെ? സാഹില്. उसने देखा कि बेला के पांव अभी भी कांप रहे हैं. സാഹിൽ നോക്കിയപ്പോ ബേലയുടെ കാല്, പാമ്പ് എന്ന് വെച്ചാൽ കാല്, അബീബി കാംപ് രഹേ ഇപ്പോഴും വരച്ചുകൊണ്ടിരിക്കുകയാണ്. ജैसे वो गड़े गड़े अभी गिर जाएगी, എങ്ങനെ നിന്നുകൊണ്ട് തന്നെ അവള് വീണു പോകുന്നുള്ള രീതിയിൽ ഇങ്ങനെ കാല് വറക്കുകയായിരുന്നു. सुरेंद्र जी माट साहब ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. സുരേന്ദർ ജി മാട്ട് സാബ് എന്താ ചെയ്തേ? അവളുടെ കോപ്പി അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, പോയി തന്റെ സ്ഥലത്തിരിക്കാൻ പറഞ്ഞു. ഓക്കെ. ബേല കാ മൻ ബഹുത് ഖരാബ് ഹോ ഗയാ. ബേലക്ക് വളരെ വിഷമമായി. മാട്ട് സാബ് ചാഹെ മുझे पीट लेते मगर साहिल के सामने नहीं. അവൾക്ക് എന്തിനാണ് വിഷമമായത്? മാട്ട് സാബ് ശിക്ഷിച്ചത് കൊണ്ടല്ല, സാഹിലിന്റെ മുന്നിൽ വെച്ച് ശിക്ഷിച്ചത് കൊണ്ടാണ് बेले संकटमाയത്. वो साहिल के सामने खुद को शर्मिंदा महसूस कर रही थी. സാഹിലിന്റെ മുന്നിൽ അവൾ खुद को സ്വയം എന്താണ്? ഷർമിന്ദ, അപമാനിക്കപ്പെട്ടവളായിട്ട് ഫീൽ ചെയ്തു. അവൾക്ക് മെഹസൂസ് ഹോന ഫീൽ ചെയ്യുക. क्योंकि वो जानती थी कि वो साहिल की नजरों में बहुत अच्छी है. എന്തുകൊണ്ട്? സാഹിലിന്റെ മുന്നിൽ, സാഹിലിന്റെ നസറിൽ, അതായത് സാഹിലിന്റെ മുന്നിൽ അവൾക്ക് വലിയൊരു സ്ഥാനമാണ് അവൾ കൽപ്പിച്ചിരുന്നത്. അത് പോയപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായി. ഓക്കെ. जब वो उसके पास आकर बैठी उससे नजर नहीं मिला पाई. സാഹിലിന്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അവൾക്ക് സാഹിലിന്റെ മുഖത്ത് നോക്കാൻ പോലും കഴിയാതെ വന്നു. ഭയങ്കര സങ്കടമായി, ഷർമിന്ദ ഫീൽ ആയി. ആർക്ക്? ബേലയ്ക്ക്. ഓക്കെ. जब वो उसके पास बैठी उससे नजर नहीं मिला पाई. क्यों? അടുത്ത് വന്നിരുന്നപ്പോൾ അവന് മുഖത്ത് നോക്കാൻ പോലും അവൾക്ക് കഴിയാതെ വന്നു. എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. അതായത് എന്താണ്? ബേലയ്ക്ക് സാഹിലിന്റെ മുന്നിൽ ഒരുപാട് വിലയുണ്ടായിരുന്നു, അല്ലെ? നല്ലൊരു സ്ഥാനം ഉണ്ടായിരുന്നു. അതാണ് ഈ മാട്ട് സാബ് ശിക്ഷിച്ചത് കൊണ്ട് അവൾക്ക് നഷ്ടമായതെന്ന് അവൾ ചിന്തിച്ച് അവൾക്ക് മനസ്സിൽ ഭയങ്കര സങ്കടമായല്ലേ. അതുകൊണ്ടാണ് അവൾക്ക് വിഷമമായത്. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफेद पट्टी बंधी थी. ദീപാവലിയുടെ ചുട്ടി ലീവ് കഴിഞ്ഞ് സ്കൂൾ തുറന്നപ്പോൾ ബേലാക്കെ സിർ പർ, ബേലയുടെ സിർ തലയിൽ എന്തുണ്ടായിരുന്നു? സഫേദ് പട്ടി ബന്ദി थी, വൈറ്റ് ബാൻഡേജ് കിട്ടിയിരുന്നു. കോയി ഉസേ ഹോയെ ഹയേ ഹോയെ സഫേദ് പട്ടി, വെള്ള ബാൻഡേജ് കാരി എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു. കോയി സുൽത്താന ടാക്കു, ചില ആൾക്കാരോ സുൽത്താന ടാക്കു എന്ന് വിളിച്ച് കളിയാക്കുന്നുണ്ടായിരുന്നു. കോയി കുച്ച് ഓർ കഹ്കർ ചിടാ രഹാത, പലതും വിളിച്ചവരെ ബേലയെ കളിയാക്കുകയായിരുന്നു പല കുട്ടികളും. ये क्या हो गया बेला? സാഹിൽ ने परेशान होते हुए पूछा. ഇത് കണ്ട് സാഹില് ഇതെന്ത് പറ്റി ബേല എന്ന് പരേഷാൻ സങ്കടത്തോടെ ചോദിച്ചു. ചത്സേ ഗിർ ഗയി, ഞാൻ എവിടുന്നാണ് ചത്ത്? ഈ മേൽക്കൂരയുടെ മേലിൽ നിന്ന് വീണുപോയി എന്ന് പറഞ്ഞു. ബേലാനെ ഹസ്തേ ഹുയേ കഹ ഓർ കഹ, ബേല ചിരിച്ചുകൊണ്ടാണ് സാഹിലിനോട് പറഞ്ഞത്. സാഹിലിനെ പരേഷാനായി എന്ന് കണ്ടപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ മേൽക്കൂരയുടെ മേലെ നിന്ന് വീണതാണ്. ബഹുത് ദിൻ ഹോ ഗയേ ആജ് കേൽഗണ്ടി മേ ഗാന്ധി ചൗക്ക് മേ ലംഗ്ഡി ടാങ്ക് ഗേലേങ്കെ, കുറെ ദിവസമായില്ലേ ഇന്ന് നമുക്ക് ഡ്രിൽ പീരീഡ് ഗാന്ധി ചൗക്കില് നിന്ന് നമുക്ക് എന്ത് കളിക്കാം? ലങ്കടി ടാങ്ക് കളിക്കാം എന്ന് പറഞ്ഞു. ആര്? ബേല സാഹിലിനോട് പറഞ്ഞു. ലങ്കടി ടാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു തരം കളിയാണ്. അപ്പൊ ആ കളി കളിക്കാന്ന് പറഞ്ഞു. ആര്? ബേല. നഹി കേലെങ്കെ തേരെ സിർ മേ ഫിർ സേ ലഗ് ജായേഗി തോ, അപ്പൊ സാഹിൽ പറഞ്ഞു, ഇല്ല കളിക്കില്ല, നിന്റെ തലയിൽ ഇനിയും കൊണ്ടാലോ, ഇനിയും മുറിവ് പറ്റിയാലോ എന്ന് പറഞ്ഞു. നഹി ലഗേഗി, ബേലാനെ ജിദ് കി, ഇല്ല ഇനി ഒന്നും പറ്റില്ല. ബേല ജിദ് കി, വാശി പിടിച്ചു. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी കേൽക്കണ്ടി ലങ്കടി ടാങ്ക് ഗേലി. എന്നിട്ട് എന്ത് ചെയ്തു? അവർ എപ്പോഴത്തെയും പോലെ, ഹമേഷാക്കി തരം, എപ്പോഴത്തെയും പോലെ, സാരെ ബച്ചോ കെ സാത്ത്, എല്ലാ കുട്ടികളുടെ കൂടെ ഗാന്ധി ചൗക്കി ബാലുമേം, ആ ഗാന്ധി ചൗക്കിലെ ബാലു എന്ന് വെച്ചാൽ മണലിലെ, പൂരി കേൽക്കണ്ടി ലങ്കടി ടാങ്ക് ഗേലി, മുഴുവൻ ഡ്രിൽ പീരീഡും ലങ്കടി ടാങ്ക് കളിച്ചു. ഇൻ ബച്ചോ കോ അപ്നെ ചാരോ ഓർ ഖേൽത്തെ देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. ഇത് കണ്ടപ്പോൾ അവിടെ ഗാന്ധി ചൗക്കിലുള്ള ഗാന്ധിജിയുടെ പ്രതിമ എങ്ങനെയാണ് കാണപ്പെട്ടത്? ഗാന്ധിജിയുടെ പ്രതിമ
മുന്നേത്തേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നു അല്ലെങ്കിൽ ചിരിക്കുന്നത് പോലെ തോന്നി എന്നാണ് പറയുന്നത്. അതായത് കുട്ടികൾ അത്രയും സന്തോഷത്തോടെയാണ് ആ ഒരു ഗാന്ധി ചൗക്കിൽ വന്നിട്ട് കളിക്കുന്നത്. അത് കണ്ടപ്പോൾ ഗാന്ധിജിക്കും കൂടുതൽ സന്തോഷമായി എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനോടനുബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. इन बच्चों को अपने चारों ओर घेरते देखकर गांधी जी की मूर्ति ऐसे दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. इसका मतलब क्या है? ഗാന്ധിജിയുടെ പ്രതിമ മുന്നേറ്റേക്കാൾ കൂടുതൽ ചിരിക്കുന്നതായി തോന്നി. ഇതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഗാന്ധിജിക്ക് കുട്ടികളെ ഒരുപാട് ഇഷ്ടമാണ് അല്ലെ, ചെറിയ കുട്ടികളെ ഇഷ്ടമാണ്. അപ്പോൾ ആ കുട്ടികൾ ചുട്ടിയെല്ലാം കഴിഞ്ഞ് ലീവെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ വീണ്ടും ആ ഒരു ഗാന്ധി ചൗക്കിൽ വന്നിട്ട് സന്തോഷത്തോടെ കളിക്കുന്ന കണ്ടപ്പോൾ ഗാന്ധിജിക്കും കൂടി സന്തോഷമായി എന്നുള്ള രീതിയിലാണ് പറയുന്നത്, കഥാകൃത്ത് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. രവിവാർ കാ ദിൻ താ, ഒരു ഞായറാഴ്ചയായിരുന്നു. സാഹിൽ അപ്നെ ഘർ മേ നീം കെ പേട് കി ഡാലി പക്കഡ്കർ ചൂം രഹാ താ. നീം എന്ന് വെച്ചാൽ വേപ്പ് അല്ലെ, വേപ്പിന്റെ മരത്തിന്റെ ടാലി എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചസ് അല്ലെങ്കിൽ ശിഖരം പിടിച്ചിട്ട് ചൂം രഹാദ ഇങ്ങനെ ഊഞ്ഞാലാടുന്ന പോലെ ആടുകയായിരുന്നു. അപ്പോൾ ഏക് സ്റ്റൂൾ പർ ചട്കർ ചൂൽത്താത, ഒരു സ്റ്റൂള് കയറി നിന്നിട്ടാണ് ആടിക്കൊണ്ടിരുന്നത്. അചാനക് ടൂട്ടെ സ്റ്റൂൾ കി ഏക് ഹീൽ സാഹിൽ കി പിണ്ടലി മേ ലഗ് ഗയി. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? ആ പൊട്ടിയ സ്റ്റൂളിന്റെ ഒരു ആണി, കീൽ എന്ന് വെച്ചാൽ ആണി, സാഹിൽ കി പിണ്ടലി എന്ന് പറഞ്ഞാൽ മുട്ടിന് താഴെയുള്ള കാലിന്റെ ഒരു പോർഷൻ അവിടെ കയറി. ഏക് ഇഞ്ച് ഗഹര ഗഡ്ഡ ഹോ ഗയ, 1 ഇഞ്ച് ആഴത്തിലുള്ള മുറിവ് പറ്റിപ്പോയി. ഘട്ട ഹോ ഗയ, മുറിവ് പറ്റി. ഉസേ സർക്കാരി അസ്പതാൽ മേ പട്ടി ബന്ധവാനെ കെ ലിയെ ലേ ജായ ഗയ, അവനെ സർക്കാർ ആശുപത്രിയിലെ പട്ടി ബന്ധവാനെ ബാൻഡേജ് കെട്ടാൻ വേണ്ടി കൊണ്ടുപോയി. ഉസ്നെ ദേഖാ കി 2 ലോഗോं के छोड़कर आगे ബേല ഖടി ഹെ, 2 ആൾക്കാരുടെ കൂടെ അവിടെ ബേല നിൽക്കുന്നത് കണ്ടു. സിർമേ പട്ടി ബന്ധവാനെ ആയി ഹെ, അതായത് ബേലയുടെ തലയിലുണ്ടായിരുന്ന ആ ഒരു ബാൻഡേജ് മാറ്റിക്കെട്ടാൻ വേണ്ടി ബേല വന്നതായിരുന്നു അവിടെ. നമ്മുടെ സാഹിലാണെങ്കിൽ കാലിന് പറ്റിയ മുറിവ് ബാൻഡേജ് ഒട്ടിക്കാൻ വേണ്ടി വന്നതായിരുന്നു. സിർമേ പട്ടി ബന്ധവാനെ ആയി ഹെ. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देती रही जिनमें से एक के सिर पर पट्टी बंधी होती और एक ही पिंडली में. അപ്പോൾ സ്കൂളിൽ പോയ സമയത്ത് 2 കുട്ടികളെ ഒന്നിച്ചിങ്ങനെ കാണാൻ തുടങ്ങി. ഒരാളുടെ തലയിൽ ബാൻഡേജ് കെട്ടിയിട്ട് ഒരാളുടെ കാലിൽ ബാൻഡേജ് കെട്ടിയിട്ട് 2 കുട്ടികളെ അവിടെ ഇവിടെയായി കാണാൻ തുടങ്ങി. അതായത് അവർ 2 പേരും എപ്പോഴും ഒന്നിച്ചാണല്ലേ ഉണ്ടാവുക. അപ്പൊ 2 പേർക്കും മുറിവ് പറ്റി ഇങ്ങനെ കാണാൻ. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് 5वीं कक्षा का रिजल्ट आ गया, 5ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നു. दोनों चढ़ी में आ गए, രണ്ടാളും 6ാം ക്ലാസ്സിലേക്ക് പാസ്സായി. ये स्कूल 5वीं तक ही था, അവർ പഠിക്കുന്ന ആ സ്കൂളിൽ 5ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. 6ാം ക്ലാസ്സിലേക്ക് പുതിയൊരു സ്കൂളിലേക്ക് അവർ മാറണമായിരുന്നു. സാഹിൽ അബ് തും കഹാ പഠോഗി, ബേലാനെ പൂച്ച, ബേല സാഹിലിനോട് ചോദിച്ചു, സാഹിൽ ഇനി നീ എവിടെയാണ് പഠിക്കുക? अब तुम कहाँ पढ़ोगी, ബേല സാഹിലിനെ പൂച്ച. അപ്പൊ സാഹിൽ അതിന് മറുപടി പറയാതെ തിരിച്ച് ബേലയോട് ചോദിച്ചു, അപ്പൊ നീ എവിടെയാണ് പഠിക്കുക? മേരെ പാപ്പ കഹാ രഹേ थे कि तुझे राजकीय कन्या पाठशाला में पढ़ाएंगे और तुम. അപ്പൊ സാഹിൽ പറഞ്ഞു, എന്റെ പാപ്പ പറയുന്നുണ്ടായിരുന്നല്ലോ നിന്നെ ഗേൾസ് സ്കൂളിലാണ് ചേർക്കാന്നുള്ളത്. मुझे अगले साल अजमेर भेज देंगे, वहाँ में एक हॉस्टल है, घर से दूर, वहाँ अकेले रहूंगा. അപ്പോൾ സാഹിൽ പറഞ്ഞു, എന്നെ അടുത്ത വർഷം അജ്മീറിലേക്ക് അയക്കും, അവിടെ ഒരു ഹോസ്റ്റലില് വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള ഹോസ്റ്റൽ ഒറ്റക്ക് നിന്ന് പഠിക്കുമെന്ന് പറഞ്ഞു സാഹിൽ. ക്യോം സാഹിൽ, അപ്പൊ ബേല ചോദിച്ചു, എന്തിനാണ്? പത്താ നഹി ക്യോം, എന്തുകൊണ്ടാണെന്ന് അറിയില്ല പറഞ്ഞു സാഹിൽ. तो यानी कि अब तुम फुलेरा में ही नहीं रहोगी, അപ്പോൾ അതിനർത്ഥം നീ ഫുലേരയിലും കൂടി ഉണ്ടാവില്ല അല്ലേ, നമ്മുടെ നാട്ടിലും കൂടി ഉണ്ടാവില്ല അല്ലേ എന്ന് ആര് പറഞ്ഞു സങ്കടത്തോടെ? ബേല പറഞ്ഞു. നെഹി തുമാര റിപ്പോർട്ട് കാർഡ് ദിക്കാനാ. അപ്പോൾ സാഹിൽ പറഞ്ഞു, ഇല്ല, ഇനി എന്റെ റിപ്പോർട്ട് കാർഡ് കാണിച്ചേ പറഞ്ഞു. സാഹിൽ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ താ और ബേല സാഹിൽ കാ. സാഹിൽ എന്ത് ചെയ്തു? ബേലയുടെ റിപ്പോർട്ട് കാർഡ് നോക്കിയായിരുന്നു, അതുപോലെ ബേല സാഹിലിന്റെ റിപ്പോർട്ട് കാർഡും നോക്കിയായിരുന്നു. ആജ് ആഖിരി ബാരി വേ ഏക് ദൂസരെ കി കോയി ചീസ് കോ ഛൂകർ ദേഖ് രഹേ थे. ഇന്ന് അവസാനമായിട്ടാണ് അവർ 2 പേരും അവരുടെ എന്തെങ്കിലും വസ്തു ചൂക്കർ എന്ന് പറഞ്ഞാൽ തൊട്ടിട്ട് നോക്കുന്നത്. ഓക്കെ, തുമാരി ആഖ് ആസു ക്യോ ആ രഹേ ഹേ ബേല. അപ്പൊ സാഹിൽ ബേലയോട് ചോദിക്കുകയാണ്, എന്തിനാ നിന്റെ കണ്ണിൽ ഇങ്ങനെ കണ്ണുനീര് വരുന്നത്? മുझे क्या पता, ബേലാനെ ടപ്ടപായി ആഖോൻ സെ ഹസ്തേ ഹുയേ കഹാ. എനിക്കെങ്ങനെ അറിയാം? വെള്ളത്തുള്ളി ഇങ്ങനെ കണ്ണിന്ന് നിറഞ്ഞു വന്നിട്ട് ചിരിച്ചുകൊണ്ടാണ് ആര് പറയുന്നത്? ബേല പറയുന്നത്.
നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? സാഹിൽ की आंखों बीरबहुटी की तरह लाल होने लगी थी और उनमें ബാരിഷ് की बूंदों सा पानी भर गया था. അപ്പൊ സാഹിലിന്റെ കണ്ണുകളും എങ്ങനെയായിരുന്നു? ബീർബഹൂട്ടിന്റെ പോലെ ചുവന്ന നിറത്തിൽ മാറിയിട്ടുണ്ടായിരുന്നു. അതായത് കരഞ്ഞ് വെള്ളം നിറഞ്ഞ് ബാരിഷ് की बूंदों सा पानी മഴത്തുള്ളികൾ പോലെ നിറഞ്ഞിരിക്കുകയായിരുന്നു സാഹിലിന്റെ കണ്ണും. ബേല कहने लगी मैं चिढ़ाऊं अब तुम्हें. അപ്പോൾ ബേല പറഞ്ഞു സാഹിലിനോട്, ഞാൻ നിന്നെ ചിടാവും എന്ന് പറഞ്ഞാൽ ഇടങ്ങേറാക്കുക എന്ന് പറയും. ഓക്കെ. റോണി സൂരത് സാഹിൽ, റോണി സൂരത് സാഹിൽ, കരഞ്ഞ മുഖമുള്ള സാഹിലെ, കരഞ്ഞ മുഖമുള്ള സാഹിലെ എന്ന് വിളിച്ചിട്ട് ബേല സാഹിലിനെ കളിയാക്കി. അടുത്ത പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? ബാരിഷോം ആനേമേം 1.5 മഹീന ബാക്കിത. മഴ പെയ്യാൻ വേണ്ടി ഇനിയും 1.5 മാസം ബാക്കിയുണ്ട്. 1.5 എന്ന് പറഞ്ഞാൽ 1.5. ലേക്കിൻ ये बारिशों से पहले की बारिश का एक दिन था. പക്ഷെ ഇത് മഴ പെയ്യുന്നതിന് മുന്നേയുള്ള ഒരു മഴ പെയ്ത ദിവസമായിരുന്നു. ആസ്മാൻ മേ ഘടായേ ഘിരി ഥി, ധൂൽ ഭരി തേസ് ഹവായേം ചൽ രഹി ഥി. എങ്ങനെയാണ്? ആകാശത്ത് മേഘങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ധൂൽ ഭരി തേസ്, പൊടി നിറഞ്ഞ, തേസ് ഹവ, ശക്തിയായ കാറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട്. പാനി ബറസ് രഹാദ, വെള്ളം ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നു. ഫുലേര കസ്ബേക്ക് ബാദൽ ചായി ഏക് ഗലി മേ 5 മിൽ സെ ചടി മേ ചലി ഗൈ ഏക് ലഡ്കി ജാ രഹി ഥി. ആ ഫുലേരയിലെ കസ്ബെ, കവലയിലൂടെ ആ മേഘത്തിന്റെ തണലിലെ ഒരു കവലയിലൂടെ, ഗലി എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ്, ആ സ്ട്രീറ്റിലൂടെ 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് പാസ്സായ ഒരു പെൺകുട്ടി നടന്നു പോവുകയാണ്. ഉസ്കെ പൂരെ ബാൽ ബീർബഹൂട്ടിയോം കെ രംഗ് കെ ലാൽ റിബൺ സെ ബന്ധേ थे. അവളുടെ തവിട്ട് നിറത്തിലുള്ള മുടി എങ്ങനെയാണ്? ബീർബഹൂട്ടിയുടെ കളർ പോലുള്ള ലാൽ, ചുവന്ന റിബൺ കൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. ദൂസരി ദിശാക്കോ, ആ ഒരു സ്ട്രീറ്റിന്റെ ഓപ്പോസിറ്റ് ദിശയിലൂടെ एक गली में 5 मिल से चढ़ी में गया एक 11 साल का लड़का. 6ാം ക്ലാസ്സിലേക്ക് പാസ്സായ ഒരു 11 വയസ്സുള്ള ആൺകുട്ടി എന്താക്കുന്നു? പോകുന്നുണ്ട്. इसकी पिंडली में बीरबहूटी के रंग का सा 1 इंच लंबा चोट का निशान था. അവന്റെ കാലിന്റെ മുട്ടിന്റെ താഴത്ത് എന്തുണ്ട്? ബീർബഹൂട്ടിയുടെ കളർ പോലെയുള്ള ഒരു 1 ഇഞ്ച് ആഴത്തിലുള്ള മുറിവിന്റെ നിഷാൻ, അടയാളം കാണാൻ പറ്റുന്നുണ്ട്. അതായത് അവർ പിരിഞ്ഞു അല്ലെ, അവർ വേർപിരിഞ്ഞപ്പോഴും അവരെ ആ ബീർബഹൂട്ടിയുടെ, അവരുടെ എന്താ പറയുക, ബാല്യകാല ഓർമ്മയാണ് ബീർബഹൂട്ടിയെ പരതി പോവുക എന്നുള്ളത്. ആ ബീർബഹൂട്ടിയുടെ കളർ കൊണ്ട് തന്നെ അവരെ രണ്ടുപേരെയും ഉപമിച്ചിരിക്കുകയാണ് അവർ പിരിഞ്ഞ സമയത്തും. അതായത് ബേലയുടെ മുടിയുടെ റിബൺ എങ്ങനെയാണ്? റിബണിന്റെ കളർ ബീർബഹൂട്ടിന്റെ കളർ പോലെയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ സാഹിലിന്റെ കാലിന്റെ അടയാളം, മുറിവിന്റെ അടയാളം എന്ന് പറയുന്നത് ബീർബഹൂട്ടിയുടെ രംഗ് പോലെ ഉപമിച്ചിരിക്കുകയാണ് കഥാകൃത്ത്. ഓക്കെ. അതായത് ഈ ഒരു കഥയിൽ ഫ്രണ്ട്ഷിപ്പും അതുപോലെ തന്നെ ആ വേർപിരിയലിന്റെ വേദനയും അതുപോലെ ആ കാലത്തെ കുട്ടികൾക്കിടയിൽ ഉണ്ടായിരുന്ന സ്നേഹവും അനുകമ്പയും ഒക്കെയാണ് ഈ ഒരു കഹാനിയിലൂടെ കഥാകൃത്ത് നമുക്ക് മനോഹരമായി വർണ്ണിച്ചു തരുന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് ഈ ഒരു കഥയുടെ സാരാംശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ അർത്ഥം എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് വരാവുന്ന മോഡൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഹിന്ദിയിൽ നമ്മൾ മെയിനായിട്ട് ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഹിന്ദി വാക്കുകൾ നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. ഒരുപാട് മോഡൽസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് അത് തനിയെ കയറും. ഈ ഒരു സെഷൻ കഴിയുന്നതോടുകൂടി എല്ലാവരെയും A+ ഓറിയൻറ്റഡായി മാറ്റാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ്